ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കറുപ്പിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അതായത് 7 മണിക്കാണ് ട്രെയിലർ വന്നത്. 7 മണിക്കാണ് ട്രെയിലർ വരുമെന്ന് പറഞ്ഞത്, പക്ഷേ ട്രെയിലർ വന്നത് 8:15 ഗൈസ്. സോ ട്രെയിലറിൻ്റെ 7 മണിക്ക് ട്രെയിലർ വരുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ട്രെയിലർ വന്നിരുന്ന് നോക്കുമ്പോൾ ആർജെ ബാലാജി അതിൻ്റെ അകത്ത് കുക്കിംഗ് ട്രെയിലറിങ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് കളർ ഗ്രേഡിങ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഗൈസ്. അത് നിങ്ങൾ ടീസറും ട്രെയിലർ ഷോട്ട്സ് ആയിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വിചാരിച്ചത് ടീസർ കളർ ഗ്രേഡ് ചെയ്ത നമ്മുടെ റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ മറ്റേ ഷാറുഖ് ഖാൻ്റെ കമ്പനി ഉണ്ടല്ലോ, അവരുടെ ഒരു കളറിങ് SFXO അങ്ങനത്തെ എന്തൊരു സംഭവം ഉണ്ട് ഗൈസ്. ട്വിറ്ററിൽ പേജുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അവരായിരുന്നു ടീസർ കളർ ചെയ്തത്. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറച്ച് കളറിങ്ങൊക്കെ കുറച്ച് കുറവുണ്ട്. അത് ഭയങ്കര കിടിലം കളറിങ് ആയിരുന്നു ടീസറിൽ. ആൻഡ് ടീസറിൻ്റെ അത്രയും വന്നതെന്ന് വെച്ചാൽ ടീസറിൻ്റെ അത്രയും വന്നതെന്ന് വെച്ചാൽ ഇല്ല, വന്നിട്ടില്ല. പക്ഷേ ട്രെയിലർ കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം ഗൈസ്. കിടിലം, വൺ ഓഫ് ദ ബെസ്റ്റ് മാസ് ട്രെയിലറായിരുന്നു ഈ തവണ ഇറക്കിയ കറുപ്പിൻ്റെ ട്രെയിലർ. കിടിലം സാധനം ഗൈസ്. പറഞ്ഞ സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ട്രെയിലറായിരുന്നു. ആൻഡ് നമുക്ക് നേരെ ട്രെയിലർ ഡീകോഡ് ചെയ്യാം ഗൈസ്. കുറേ മാതിരി പറയുന്നുണ്ട് ട്രെയിലറൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പം നമ്മൾ ചെയ്യും, ട്രെയിലർ ഡീകോഡ് ചെയ്യാം ഗൈസ്. അപ്പം ട്രെയിലറിൻ്റെ ആദ്യത്തെ ഷോട്ട്സ് അറിയാലോ. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ കോടതി പൊട്ടിത്തെറിക്കുന്നു, കോടതിയിൽ ബോംബ് വീഴുന്നു. അതുപോലെ തന്നെ കുറേ വക്കീൽമാരൊക്കെ ഹർത്താൽ വിളിക്കുന്നു, അവരിരുന്ന് സമരം ചെയ്യുന്നു. ആൻഡ് പിന്നെ നമ്മളെ കാണിക്കുന്ന ആർജെ ബാലാജിയാണ് ഗൈസ്. ആർജെ ബാലാജിയുടെ അടുത്തേക്ക് കുറേ വക്കീൽമാർ നടന്നു വരുന്നു ആ കോടതിയിലേക്ക്. എൻ്റെ എന്നിട്ട് പറയുന്നു, ഇവിടെ ഉള്ളത് പകുതി മുക്കാലും വക്കീലുമാരല്ല, അവരൊക്കെ ഈ പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേരിൽ പറഞ്ഞിട്ട് അവരുടെ ശിങ്കിടികളാണ് എന്നൊക്കെ പറയുന്നു. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണാൻ പോകുന്നത് ആർജെ ബാലാജിയുടെ അഴിഞ്ഞാട്ടമായിരിക്കും ഗൈസ്. സൂര്യ വിൽ കം ഓൺലി ഓൺ ഇൻ്റർവെൽ എന്ന് ട്രെയിലറിലും കാണിക്കുന്നുണ്ട് ഗൈസ്. അതായത് നിങ്ങൾക്കൊരു 5 മാസം കാണണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാഫ് വരെ വെയിറ്റ് ചെയ്യണം. കാരണം ഫസ്റ്റ് ഹാഫ് ഫുള്ള് സൂര്യയെ കാണാൻ ചാൻസ് കുറവാണ് ഗൈസ്. കാരണം എനിക്കറിയത്തില്ല ഗൈസ്, ഇത് എന്തോ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ആർജെ ബാലാജി എഴുതി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ആലപ്പുഴ ജിംഖാനയിൽ അഭിനയിച്ച പെണ്ണും ഇന്ദ്രൻസ് ചേട്ടനും കൂടെ എന്തോ കേസ് വരുന്നുണ്ട്. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഒരു നല്ല വക്കീൽ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ പുള്ളി ഓക്കെ. അപ്പോൾ പുള്ളി എവിടുന്നോ പൈസ മേടിച്ചിട്ടുണ്ട്. ആരാണ് നമ്മുടെ ആർജെ ബാലാജിയുടെ ക്യാരക്ടർ. അപ്പോൾ പുള്ളി ആ ക്യാരക്ടർ പൈസ മേടിക്കുന്ന അറിയാനുള്ള കേസ്. പുള്ളി വെറും ഉടായിപ്പാണ്. പുള്ളിയാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളി ഒരുപാട് കാശ് മേടിക്കുന്ന ഉടായിപ്പാണ്. അപ്പോൾ പുള്ളി തന്നെയാണ് ഈ ഇന്ദ്രൻസേട്ടൻ്റെ കേസ് ഏറ്റെടുക്കുന്നതും. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാകും പുള്ളി ക്യാഷ് മേടിച്ച ടീമിൻ്റെ നിന്നാണ്. അതുകൊണ്ട് അവരെ ഇട്ട് വലപ്പിക്കുക, അതാണ് പുള്ളി ചെയ്യുന്നത്. മനസ്സിലായ ടിപ്പിക്കൽ ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ട എല്ലാ സാധനവും ഉണ്ട് ഈ പടത്തിൽ. എന്നിട്ട് നേരെ പറയുന്നു ഇവിടെ ആരും വിചാരിച്ചാൽ പറ്റത്തില്ല, അതായത് ഞാനുള്ള അല്ലാതെ ഇവിടെ വേറെ ഒരു വക്കീൽ വരത്തില്ല, ദൈവം തമ്മിലും വിചാരിച്ചാൽ പോലും ഈ ഒരു കേസ് ജയിക്കുന്നത് കാണണമെന്ന്. എന്തോ സിമ്പിൾ കേസാണെന്നൊക്കെയാണ് കേസ്. നല്ലൊരു വക്കീലുണ്ടെങ്കിൽ സുഖമായിട്ട് ജയിച്ചു പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്തോ ഒരു സംഭവം ഉണ്ട്. കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ മറ്റേ മലയാളത്തിലുള്ള വേറൊരു നടിയാണല്ലോ, എന്തോ വൃന്ദയോ പുള്ളിക്കാരി എന്തോ കരയുന്നൊരു സീനുണ്ട്. ആൻഡ് സ്വാസിക പുള്ളിക്കാരി നമ്മുടെ ആർജെ ബാലാജിയുടെ ഗ്യാങ്ങാണ്. ആ കൊച്ചിനെ വിളിച്ചിട്ട് എന്തോ ഫീസ് അടച്ചോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അതും ഈ ആർജെ ബാലാജിയുടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് ഗൈസ്. അതിന് ശേഷമാണ് ഗൈസ് ഹീറോസ് എൻട്രി എന്നും പറഞ്ഞ് പുള്ളിയെ പറയുന്നുണ്ട് ദൈവം വന്നാലും നടക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ദൈവം വരുന്നു ഗൈസ്. ദൈവമോ ദൈവപുത്രനോ ഒരു അവതാരം പോലത്തെ ഒരു സംഭവമായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ മേ ബി ദൈവം കയറുന്നതായിരിക്കാം. ബട്ട് ലുക്സ് ലൈക്ക് കുറച്ചും കൂടെ ദൈവത്തിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്തൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റേ സൂര്യ ഒരു ബെഞ്ച് അടിക്കുമ്പം കുറേ ഇത് പറക്കുന്നുണ്ടല്ലേ നിങ്ങൾ. ആ ഗൈസ് എൻ്റെ പേര് ഇങ്ങനെ ഇതാണ്. പക്ഷേ എനിക്ക് വേറെ പേരുണ്ടെന്ന് പറഞ്ഞ് ടീസറിൽ കണ്ടാണ്. ടീസറിലൊരു ഷോട്ട് ഉണ്ടല്ലോ ഞാൻ അടിക്കുന്നത്. അപ്പോൾ ആ ഷോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ട്രെയിലറിലുള്ള ഷോട്ട്സ് ഇട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് തൃശ്ശ എന്ന് പറയുന്നുണ്ട്, ഞാൻ ആരോടും പറയത്തില്ലെന്ന്. അപ്പോൾ തൃശ്ശയ്ക്ക് മനസ്സിലാവും സൂര്യ വേറെ ആളും അല്ല, കറുപ്പസ്വാമി ആയിരിക്കാം എന്നല്ല കേസ് ആയിരിക്കും. പുള്ളി ഒരു ഇൻ്റർവെല്ലായിരിക്കും കേസ് വരുന്നത്.
സൂര്യ അപ്പോഴായിരിക്കും. കാരണം ആർ.ജെ. ബാലാജി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, സൂര്യ സാറിൻ്റെ പടമാണെങ്കിലും ഇതിൽ കൂടുതൽ കുറച്ച് സ്പേസിലൊക്കെ സൂര്യ സാർ ഇല്ലാത്ത ഷോട്ട്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഉറപ്പാണ് ദൃശ്യം ആർ.ജെ. ബാലാജിയായിട്ടായിരിക്കും ഫസ്റ്റ് ഹാഫിലുള്ള സംഭവങ്ങൾ. പിന്നെ ആയിരിക്കാം സൂര്യ വരുന്നത് ഇൻ്റർവെൽ സമയത്തായിരിക്കാം. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞങ്ങോട്ട് തീപ്പൊരി സാധനങ്ങളായിരിക്കും ഫൈറ്റ് പാട്ട് അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ശരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യണം, എൻ്റെ പോയി കാണണം. കിടിലൻ പടമായിരിക്കും. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഡീകോഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ വരുന്നവരെ எல்லாம் நம்ம அன்பான ஃபேன்ஸ்க்காக.